എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പൊ നിങ്ങൾ തമ്പനയിൽ കണ്ടിരിക്കുന്ന പോലെ MTS എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകും അല്ലെ. അപ്പം MTS എന്ന് പറയുന്ന ഈ ഒരു എക്സാം നമുക്കറിയാം 10th ലെവലിലുള്ള അല്ലെങ്കിൽ 10ാം ക്ലാസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അല്ലെ. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് മുന്നിൽ കിടക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പൊ ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ SSC എക്സാം ബേസ്ഡ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എന്താണ് SSC എക്സാം ബേസ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? അതായത് വെൻഡർ ചേഞ്ച് സംബന്ധമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. വെൻഡർ ചേഞ്ച് ഇപ്പൊ നമുക്ക് ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു വെൻഡർ ആണ് ഇപ്പൊ നമുക്ക് എക്സാം എടുത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ആളുകൾക്കും കേരളത്തിൽ നമ്മൾ വെക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സെന്റേഴ്സ് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയായിരുന്നു. മാത്രമല്ല നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പൊ നമുക്കറിയാം phase 30 എന്ന് പറയുന്ന എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. phase 30 എക്സാം. അപ്പൊ അത് കണ്ടക്ട് ചെയ്തപ്പോൾ പല സെന്റേഴ്സിലും സിസ്റ്റം ഹാങ് ആയിപ്പോ, അതായത് ഉദ്യോഗാർത്ഥികൾ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ സിസ്റ്റം ഓഫ് ആയിപ്പോയി, ഹാങ് ആയിപ്പോയി, സെർവർ ഇഷ്യൂ വന്നു, അതുപോലെ തുടങ്ങിയ ഒരുപാട് ഇഷ്യൂസ് വന്നു. എക്സാം എഴുതിയ ഒരുപാട് പേർക്ക് റിസൾട്ടിൽ തന്നെ ഇഷ്യൂസ് വന്നു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അടുക്ക് തന്നെയാണ് നമുക്ക് SSCയുടെ ഓരോ കാലണ്ടർ വരുമ്പോൾ അത് കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ അവർ എന്ത് ചെയ്യാറുണ്ട്, എക്സാം നടത്താറുണ്ട്. അപ്പൊ അതുപോലെ ഓൾറെഡി നമുക്ക് SSC MTSന് മുന്നേ വന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു SSC CGL എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനുശേഷം നമുക്ക് MTS ഒരു സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ ആയിരുന്നു എക്സാം നടത്താനായിട്ട് നമുക്ക് കാലണ്ടറിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ phase 30 എക്സാം ഇഷ്യൂ ഒക്കെ നടന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ആ എക്സാം എല്ലാം അവർ എന്ത് ചെയ്യാണ്, ക്യാൻസൽ ചെയ്തിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും അറ്റംപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് വീണ്ടും എന്താണ്, അവർക്ക് ഈ ഓഗസ്റ്റ് 27th തൊട്ട് വീണ്ടും അവർ എന്ത് ചെയ്യാണ്, എക്സാംസ് ഒക്കെ റീകണ്ടക്ട് ചെയ്യാണ്. അങ്ങനെ വരുമ്പോൾ ഇതും കഴിഞ്ഞിട്ട് നമ്മുടെ CGL നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, റീസെന്റ് ആയിട്ട് എക്സാം മാറ്റി വെച്ചിരിക്കുകയാണ്, പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് CGLന്റെ. ഇനിയിപ്പൊ അതും കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് എന്ത് നടക്കുള്ളൂ, നമ്മുടെ MTSന്റെ എക്സാം നടക്കാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 90% നമുക്ക് എന്ത് പറയാം, MTSന്റെ എക്സാം ഡേറ്റ് നമ്മൾ സെപ്റ്റംബർ ടു ഒക്ടോബർ എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് നീണ്ടുപോകാനുള്ള സാധ്യത തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുപോലെ SSC MTS എന്ന് പറയുന്ന എക്സാം നിങ്ങൾക്ക് ഇനിയും പഠിക്കാനായിട്ട് കുറച്ചുകൂടെ ടൈം കിട്ടുകയാണ്. വളരെ പെട്ടെന്ന് വിളിച്ച് വളരെ പെട്ടെന്ന് എക്സാം നടത്തുന്ന ഒരു ഏരിയ ആണ് ആൻഡ് പറഞ്ഞ ടൈമിൽ തന്നെ എക്സാം നടത്തുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് നമുക്കറിയാം, നമുക്കിപ്പോൾ എക്സാമുകളുടെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ്. ആൻഡ് നമുക്ക് ഇന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സെഷൻ ആയിട്ടായിരിക്കും MTS എക്സാം നടക്കുന്നത്. അതിൽ ലെവൽ 1ലും ലെവൽ 2 സെഷൻ 1 ആൻഡ് സെഷൻ 2. സെഷൻ 1 ഇത്തവണ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി എന്താണ്, വളരെ സിമ്പിൾ ആണ്. മാത്സിന് ജസ്റ്റ് നിങ്ങൾക്ക് പാസ് മാർക്ക് കിട്ടിയാൽ മതി. എന്താണ്, ന്യൂമറിക്കൽ എബിലിറ്റി അല്ലെ, അതുപോലെ റീസണിങ്ങിനും ജസ്റ്റ് പാസ് മാർക്ക് കിട്ടിയാൽ മതി എന്നുള്ളതാണ്. ഒരു ചോദ്യത്തിന് 3 മാർക്കായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അങ്ങനെ 20 മാർക്കിന്റെ ചോദ്യം, അതായത് 20 ക്വസ്റ്റ്യൻസ് 3 മാർക്ക് വെച്ച് 60 മാർക്കാണ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയും സെയിം തന്നെയാണ് വരുന്നത്. ഇനി ജനറൽ അവെയർനെസ്സും ഇംഗ്ലീഷുമാണ് സെഷൻ 2 വരുന്നത്. ഓക്കെ, അവിടെയും നിങ്ങൾക്ക് സെയിം 25 ആണ് ഇൻറ്റു 3 ഒരു ചോദ്യം വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. 75 മാർക്കായിരിക്കും വരുന്നത്. അപ്പൊ 2 സെഷനും ഒന്നിന് 45 മിനിറ്റും മറ്റൊന്നിനും 45 മിനിറ്റ് തന്നെയാണ് വരുന്നത്. അപ്പൊ 2 സെഷനും കൂടെ കൂടിയിട്ട് നിങ്ങൾക്ക് ഒരു ഡേയില് സെയിം ടൈമിൽ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതായത് സെഷൻ 1 നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കലി അത് കട്ടായിട്ട് സെക്കൻഡ് സെഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയായിരിക്കും നമ്മുടെ എക്സാം എന്ത് ചെയ്യുന്നത്, അവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഫസ്റ്റ് സെഷനിൽ ഇല്ല, പക്ഷെ സെക്കൻഡ് സെഷനിൽ എന്തുണ്ട്, നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവുന്നതാണ്. ഇപ്പൊ ഈ നെഗറ്റീവ് മാർക്കിങ്ങിൽ നിങ്ങൾ മെയിനായിട്ട് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതിലല്ല കാര്യം ഇരിക്കുന്നത്. മാക്സിമം നമ്പർ ഓഫ് നെഗറ്റീവ്സ് അവിടെ കുറയ്ക്കുക. നെഗറ്റീവ്സ് കുറച്ചെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഓവറോൾ നമുക്ക് നോർമലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് മുകളിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്, ഒരുപാട് മാർക്ക് കയറി വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം മുകളിലേക്ക് കയറി വരണമെങ്കിൽ നെഗറ്റീവ് കുറയ്ക്കണം. മാക്സിമം എന്ത് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് അടുത്തൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻഡർ ചേഞ്ച് വരികയാണ്, ലെവൽ ഓഫ് എക്സാം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്.
ലെവൽ ഓഫ് എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നേരത്തെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു MTS ലെവലൊക്കെ CGL ലെവലിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് MTS എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ടു ഒരു നോർമൽ, അത്ര നോർമൽ എന്ന് പറയുമ്പോൾ ഒരു മീഡിയം ടു മോഡറേറ്റ് ലെവൽ ഓഫ് ടഫ് ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുള്ളൂ, അതായത് മാക്സിമം നിങ്ങൾ കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, നിങ്ങൾ കുറച്ചും കൂടെ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. പിക്യൂറ്റി എന്ന് പറയുന്ന ഒരു വെണ്ടർ, അവർക്ക് വലിയ ഇതിനെക്കുറിച്ച് ഇത് ഇമ്പോർട്ടൻറ്റ് മീൻസ് വലിയ ധാരണ ഇല്ലെങ്കിൽ പോലും നമുക്ക് നേരത്തെ വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള PYQ തന്നെ ചോദിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് പാറ്റേൺ ചേഞ്ച് ഉണ്ട്. പാറ്റേൺ ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോഴും സിലബസ് ഉണ്ട്, 10 വരെയുള്ള NCERTs ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്കിനി താല്പര്യമുണ്ട്, ഇതുവരെയായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് ഇനി സമയം നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. SSC MTS എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് മലയാളത്തിലുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും, അതുപോലെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും, വീക്ക്ലി എക്സാംസ് ഉണ്ടാകും, തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ അക്കാഡമിയിൽ, നമ്മുടെ AZB അക്കാഡമിയിൽ ഫ്രീഡം സെയിലിൻ്റെ ഭാഗമായിട്ടൊരു 10% ഓഫ് ഉണ്ട്. ഏത് കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഓഫ് കിട്ടും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye bye and thank you.